أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله. الله سبحانه وتعالى ഈ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂലാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ്. റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ്. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ നാളെ നമ്മുടെ ഖത്മ്, ഖുർആനിന്റെ ഖത്മും ദുആവും ഒക്കെ നടക്കാൻ പോവുകയാണ്. നമ്മുടെ പെരുന്നാൾ നിസ്കാരം 8:30 മണിക്കാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. റമളാനിന്റെ ആദ്യത്തേതിനേക്കാൾ പ്രധാനമാണ് വരാനിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. 27-ാം രാവ് വരെയാണ്, 29-ാം രാവ് വരെയാണ്, അതുപോലെ റമളാൻ അവസാനിക്കുന്ന രാത്രിയും വരെയാണ്. 29 ആകാം, 30-ാമത്തെ രാവാകാം. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. റഹ്മാനായ റബ്ബ് അത്രയും ദിവസം ഐതഖ് നൽകിയ എത്ര ആളുകൾക്കാണോ അല്ലാഹ് മോചനം കൊടുത്തത്, അത്രയും ആളുകൾക്ക് നരകമോചനം കൊടുക്കുന്ന ദിവസമല്ലേ റമളാനിന്റെ അവസാനത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും പ്രധാനപ്പെട്ടതാണ് റമളാനിന്റെ ആദ്യവും അവസാനവും. ഒരു ദിവസത്തിന്റെ തുടക്കവും ഒടുക്കവും, ഒരു മാസത്തിന്റെ തുടക്കവും ഒടുക്കവും, പ്രത്യേകിച്ച് പരിശുദ്ധമായ റമളാനിന്റെ അവ്വലു ലൈല വ ആഖിറു ലൈല എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നഷ്ടപ്പെടുത്തരുത്. പ്രത്യേകിച്ചും 27-ാം രാവ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റമളാനിന്റെ വിഷയത്തിലൊക്കെ ചില അലംഭാവങ്ങളൊക്കെ ഇങ്ങനെ വന്നു കാണുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് 27-ാം രാവും 29-ാം രാവും അവസാനത്തെ രാവും എല്ലാം നന്നായി ഭംഗിയാക്കി ഉപയോഗപ്പെടുത്തുക. ഓരോ പ്രവർത്തനങ്ങളും അത് അവസാനം എങ്ങനെയാണ്, അതിന്റെ ആഖിബത്ത് എങ്ങനെയാണ്, നാം അതിനെ യാത്രയാക്കുന്നത് എങ്ങനെയാണ് എന്നതിനനുസരിച്ചാണ്. നിങ്ങൾ നോക്കൂ, ഇബാദത്തെടുക്കുന്ന മനുഷ്യൻ 60 കൊല്ലം അദ്ദേഹത്തിന് ആയുസ് പടച്ചറബ് കൊടുക്കുകയാണ്. 60 വയസ്സ് കൊടുക്കുന്ന മനുഷ്യൻ അവസാനം മരിക്കുന്ന സമയം, ആ മരിക്കുന്ന സമയം ഈമാൻ അങ്ങ് പഴച്ചുപോയാൽ, അവസാന നിമിഷത്തിൽ ഈമാൻ തെറ്റിപ്പോയാൽ അദ്ദേഹം ചെയ്തു വെച്ച അമൽ ഒന്നും ഉപകാരപ്പെടുന്നില്ല. ഓതിവെച്ച ഖുർആൻ ഉപകാരപ്പെടുന്നില്ല. നിർവഹിച്ച അമലുകളൊന്നും അദ്ദേഹത്തിന് ഉപകാരപ്പെടുന്നില്ല. ആഖിബത്ത് നന്നാവുക. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അവസാന സമയം രക്ഷപ്പെടണം, ആഖിബത്ത് നന്നാകണം. ഇബ്ലീസിന് അമലുകളുണ്ട്. എവിടെയാ പിഴച്ചുപോയത്? അഹങ്കാരം വന്നതാണ്, കിബർ വന്നതാണ്, ഞാനാണ് വലുതെന്ന് വന്നതാണ്, ഞാൻ ചെയ്ത അമലുകളാണ് കേമമെന്ന് തോന്നിപ്പോയതാണ്, എന്നെ ഓവർടേക്ക് ചെയ്യാൻ ഇവിടെ ആരുമില്ല എന്ന് ചിന്തിച്ചു പോയതാണ്. വൽഇയാദു ബില്ലാഹ്. തെറ്റ് സംഭവിച്ചു എന്ന് മാത്രമല്ല, അത് തെറ്റാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അത് തെറ്റിൽ ഖേദിക്കാനുള്ള മനസ്സും വന്നില്ല, തൗബയും ചെയ്തില്ല. അതും മാത്രമല്ല, എനിക്ക് അവന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ തെറ്റിനെ നന്മയായി ന്യായീകരിക്കുകയും ചെയ്തുപോയി. അത് തെറ്റല്ല, അത് നന്മയാണ്, അത് എന്റെ അഭിമാനമാണ്, ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് ആ തെറ്റിനെ ന്യായീകരിക്കുകയും ചെയ്തു ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി. ആ സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. റമളാൻ അവസാനിക്കുകയാണ്. നമ്മുടെ ഇഅ്തിറാഫും ബിദ്ദുനൂബ്, ഇനി കരയാനുള്ള നിമിഷമാണ്. അതാണ് ഖുത്ബയിൽ ഓർമ്മപ്പെടുത്തിയത്. റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് അയ്നാ. ഒറ്റക്കിരുന്ന് യജമാനനായ റബ്ബിന്റെ മുമ്പിൽ, റബ്ബേ
ഒരുപാട് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അറിഞ്ഞും അറിയാതെയും പറ്റിയിട്ടുണ്ട്, രഹസ്യമായും പരസ്യമായും സംഭവിച്ചിട്ടുണ്ട്, ചെറുതും വലുതുമെല്ലാം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. നീ മാപ്പാക്കി തരണേ അല്ലാഹ് എന്ന് ഏകാന്തമായിരുന്ന് ഈ റമളാനിന്റെ പരിശുദ്ധമായ രാവുകളിൽ അല്ലാത്ത സമയത്തൊക്കെ ഖുർആൻ കയ്യിലെടുത്ത് അതാ ഭംഗിയായി ആത്മാർത്ഥമായ ഖുർആൻ പാരായണം നിർവഹിച്ച് ഖബർ പരാമർശിക്കുന്നിടത്ത്, അദാബ് പരാമർശിക്കുന്നിടത്ത്, റഹ്മത്ത് പരാമർശിക്കുന്നിടത്ത്, മഗ്ഫിറത്ത് പരാമർശിക്കുന്നിടത്ത് ഖൽബറിഞ്ഞ് ഖുർആൻ ചേർത്ത് വെച്ച് അല്ലാഹുവോട് പറഞ്ഞു, اللهم اغفر لي ذنوبي يا رب العالمين اللهم ارحمني يا ارحم الراحمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين. യജമാനനായ റബ്ബ് നമുക്ക് മാപ്പ് തരും എന്ന് ഓഫർ ചെയ്തതാണ്. പക്ഷേ ബദറിൽ വിജയം ഓഫർ ചെയ്തിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കി നിന്നിട്ടില്ലല്ലോ. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം അൻജിസ് വഅദക യാ അല്ലാഹ്. പക്ഷേ അവിടെ നബിതങ്ങൾ ചോദിച്ചില്ലെങ്കിലും അല്ലാഹ് കൊടുക്കും, ഓഫർ ചെയ്തതാണ്. പക്ഷേ റഹ്മാനായ റബ്ബ് അവൻ റഹ്മത്ത് തരാൻ സന്നദ്ധനാണ്. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള് ഉഇദ്ദത ലിൽ മുത്തഖീൻ. നിങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകാം, നിങ്ങൾക്ക് റഹ്മത്ത് നൽകാം, നിങ്ങൾക്ക് വിശാലമായ സ്വർഗ്ഗം ഞാൻ തരാം. നിങ്ങൾ അതിലേക്കൊന്ന് വരണേ. അതിനൊരുപാട് കാരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, ഒരുപാട് അമൽ സംവിധാനിച്ചിട്ടുണ്ട്, ഒരുപാട് മജ്ലിസുകൾ ഒരുക്കിയിട്ടുണ്ട്. ആ മജ്ലിസുകളിലേക്ക് നിങ്ങൾ സാരിഉ, നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണേ, നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണേ. അത് മുത്തഖീങ്ങൾക്കുള്ളതാണ്. റമളാനിന്റെ ആദ്യ ഭാഗം നാം കേട്ടതെന്താണ്? റമളാൻ തഖ്വയുണ്ടാക്കാനാണ്, ഖൽബിൽ മാറ്റമുണ്ടാക്കാനാണ്. സ്വർഗമാണെങ്കിൽ തുറന്നു വെച്ചിട്ടുണ്ട്, നരകം അടച്ചു വെച്ചിട്ടുണ്ട്, പിശാചെല്ലാം ചങ്ങലയിലാണ്. എല്ലാവിധ തൗഫീഖിന്റെയും കവാടം തുറന്നു വന്നിട്ടുണ്ട്, സ്വർഗവും തുറന്നു വെച്ചിട്ടുണ്ട്. സ്വർഗം സംവിധാനിക്കപ്പെട്ടതാർക്കാണ്? ഉഇദ്ദത്തിൽ മുത്തഖീൻ. അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി സംവിധാനിക്കപ്പെട്ടതാണ്. എന്നിട്ടാണ് യജമാനൻ പറയുന്നത്, നിങ്ങൾ നോമ്പ് നോൽക്കണേ, നിങ്ങൾ ഖുർആൻ ഓതണേ, നിങ്ങൾ സ്വതക്ക കൊടുക്കണേ, നിങ്ങൾ തറാവീഹ് നിസ്കരിക്കണേ, നിങ്ങൾ നിങ്ങളുടെ കണ്ണിനെ സൂക്ഷിക്കണേ, കാതിനെ സൂക്ഷിക്കണേ, ഹൃദയത്തെ സൂക്ഷിക്കണേ, മറ്റു അവയവങ്ങളെയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. എന്തിനാ? നിങ്ങൾക്ക് തഖ്വയുണ്ടാകാനാണ്, തുറന്നു വെച്ച സ്വർഗത്തിലേക്ക് കടക്കാനാ. സ്വർഗം തുറന്നു വെച്ചിട്ട് ആ പടച്ചറബ് പറഞ്ഞത് നിങ്ങൾക്ക് നോമ്പ് തന്നൊരു തഖ്വയുണ്ടാക്കാനാണ്. അവസാന നിമിഷത്തിൽ എത്തി നിൽക്കുമ്പോ ഈ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടുപോയിട്ടുണ്ടോ മുഅ്മിനീങ്ങളെ? ഈ ഹൃദയം കൊണ്ട് ഹറാമ് ചിന്തിച്ചു പോയിട്ടുണ്ടോ മുഅ്മിനീങ്ങളെ? മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചില്ലേ, അല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജിലാ. നബിയേ, അവരുടെ ഹൃദയം ഇങ്ങനെ പടക്കുകയാണ്. ചെയ്യേണ്ടതൊക്കെ അവർ ചെയ്യുന്നുണ്ട്, ചെയ്യേണ്ടതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അനാവശ്യങ്ങളൊക്കെ സംഭവിക്കുന്നു, തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നു. അത്തരം ആളുകൾ പക്ഷേ ഖൽബ് പടക്കുകയാണ്, ഖൽബ് വേദനിക്കുകയാണ്. അല്ലാഹ് ഹറാമാക്കിയതാണല്ലോ എന്ന പേടിയുള്ളവരെ കുറിച്ചാണോ തങ്ങളെ ഈ ആയത്തിറങ്ങിയത്? ചെയ്യേണ്ടതൊക്കെ അവർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഖൽബ് പടക്കുന്നുണ്ട്, തെറ്റു ചെയ്യുന്നു, ഹറാമ് കാണുന്നു. റമളാനിൽ പോലും സെൽഫോൺ എടുത്തു വേണ്ടാത്തത് കണ്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹ് മതൽ ഖലാസു മിനന്നാർ, അല്ലാഹു നമുക്ക് ഖലാസ് നൽകട്ടെ, അല്ലാഹു നമുക്ക് ഇത്ഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് മോചനം നൽകട്ടെ. പരിശുദ്ധമായ രാവുകൾ മുന്നിലുണ്ട്. അല്ലാഹു മഗ്ഫിറത്ത് തരുമെന്ന് വാഗ്ദാനം നൽകിയതാണ്. കണ്ണുനീരൊലിപ്പിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ മുമ്പിൽ കരയാൻ കഴിയുമോ? ലാ യലിജുന്നാർ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്.
കരഞ്ഞ മനുഷ്യൻ, ഹൃദയം പൊട്ടിയ മനുഷ്യൻ ഏകാന്തത ഇരുന്ന് പടച്ചോനെ ഞാൻ തിന്മ ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിക്കാൻ ഇബ്ലീസിന്റെ മനസ്സുള്ളവർക്ക് കഴിയൂല, ധിക്കാരത്തിന്റെ മനസ്സുള്ളവർക്ക് കഴിയൂല. അതേ സമയത്ത് ഞാൻ പാവപ്പെട്ട അടിമയാണ്, ഞാൻ ഒരു പാവമാണ് റബ്ബേ, തെറ്റുകൾ മനുഷ്യനാണ്, സംഭവിക്കും. ഞാൻ നിന്റെ മുമ്പിൽ ഖേദിക്കുന്നു, യാചിക്കുന്നു, തൗബ ചെയ്യുന്നു, നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു, നീയൊന്നു മാപ്പാക്കി തരണേ അല്ലാഹ് എന്ന് ചോദിച്ചാൽ അല്ല നമുക്ക് റഹ്മത്ത് ചെയ്യാതിരിക്കുമോ? നമ്മോട് കരുണ ചെയ്യാതിരിക്കുമോ? നമ്മോട് വാത്സല്യം കാണിക്കാതിരിക്കുമോ? ഒരു കുഞ്ഞു മോനോട് ഉമ്മ കാണിക്കുന്ന വാത്സല്യക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ എത്രയോ ചെറിയ അംശമല്ലേ? റഹ്മാനേ, നീ റഹ്മത്ത് തരണേ അല്ലാഹ്, നീ മഗ്ഫിറത്ത് തരണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാൻ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ, നബിയെ ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണോ ഈ ആയത്ത് ഇറങ്ങിയത്? അല്ല ആയിഷ, അല്ല, ഒരിക്കലുമല്ല. ചെയ്യേണ്ടതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. നോമ്പ് അവരെടുത്തിട്ടുണ്ട്, കണ്ണിനെ സൂക്ഷിച്ചിട്ടുണ്ട്, കാതിനെ സൂക്ഷിച്ചിട്ടുണ്ട്, സ്വതക്ക കൊടുത്തിട്ടുണ്ട്, സകാത്ത് കൊടുത്തിട്ടുണ്ട്, നാവിനെ സൂക്ഷിച്ചിട്ടുണ്ട്, നോമ്പുണ്ട്, ഖുർആനുണ്ട്, തറാവീഹുണ്ട്, സ്വലാത്തുൽ വിത്തറുണ്ട്, അതാ ജമാഅത്ത് നിസ്കാരമുണ്ട്, എല്ലാം അവരുടേത് കൃത്യമാണ്. പക്ഷേ ഖൽബ് പേടിക്കാണ്, പടച്ചോനെ നീ സ്വീകരിച്ചോ അല്ലാഹ്. അതുകൊണ്ടല്ലേ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞത്, പല സ്വഹാബികളും പല മഹാന്മാരും താബഈങ്ങളൊക്കെ പറഞ്ഞത്, പടച്ചോനെ ഒരു ഒറ്റ സ്വതഖ, ഒരു സുജൂദ് സ്വീകരിച്ചു കിട്ടിയാൽ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ ഒരാള് വന്ന് കാശ് ചോദിക്കുമ്പോ സ്വതഖ ചോദിച്ചത് കൊടുത്തു കഴിയുമ്പോഴാ പറഞ്ഞത്, ഒരു സ്വതഖ എങ്ങാനും അല്ലാഹ് സ്വീകരിച്ചു എന്നുള്ള ഉറപ്പ് കിട്ടിയാൽ, ഒരു സുജൂദ് അല്ലാഹ് ഖബൂലാക്കി എന്ന ഉറപ്പ് കിട്ടിയാൽ, സുബ്ഹാന ജല്ല ജലാലുഹു, അല്ലാഹു എന്റെ ഒരു സുജൂദ് ഖബൂലാക്കിയിട്ടുണ്ടെങ്കിൽ ഒറ്റ റക്അത്ത്, ഒറ്റ സ്വതഖ, ഞാൻ കൊടുത്ത ചെറിയൊരു ദീനാർ, ഒരു ദിർഹം, ഒരു രൂപ, ഒരു 10 രൂപ അല്ലാഹു ഖബൂലാക്കി എന്ന റിപ്പോർട്ട് കിട്ടിയാൽ എന്റെ മനസ്സ് സന്തോഷമായി, എനിക്കെല്ലാം റാഹത്തായി, മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. കാരണം എന്തേ? ദുനിയാവിലുള്ളത്, ആകാശഭൂമികൾക്കിടയിലുള്ളത് മുഴുവൻ സമ്പാദിച്ചതിനേക്കാൾ എനിക്കിഷ്ടം എന്റെ ഒരൊറ്റ സുജൂദ് സ്വീകരിക്കലാ, എന്റെ ഒരൊറ്റ സ്വതഖ സ്വീകരിക്കലാ. കാരണം എന്താ? ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹ് തഖ്വയുള്ളവരിൽ നിന്നേ ഇബാദത്ത് സ്വീകരിക്കൂ, അല്ലാഹ് തഖ്വയുള്ളവരിൽ നിന്നേ ഖുർആൻ സ്വീകരിക്കൂ, അല്ലാഹ് തഖ്വയുള്ളവരിൽ നിന്നേ നോമ്പ് സ്വീകരിക്കൂ, അല്ലാഹ് തഖ്വയുള്ളവരിൽ നിന്നേ സ്വതഖ സ്വീകരിക്കൂ, അല്ലാഹു തഖ്വയുള്ളവരിൽ നിന്നാ സ്വലാത്ത് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഒരു സുജൂദ് സ്വീകരിച്ചെന്ന് ഒരു ചെറിയ റിപ്പോർട്ടെങ്കിലും ഈ പാവപ്പെട്ടവന് കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, ജീവിച്ചതിനൊരു അർത്ഥമുണ്ട്, മരിച്ചാലും കുഴപ്പമില്ല. ഞാൻ തഖ്വയുള്ളവരിൽ പെട്ടല്ലോ, തഖ്വയുള്ളവർക്കല്ലേ ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. അതാ വീതി തന്നെ ആകാശഭൂമിയോളം വിശാലതയുണ്ട്, പിന്നെ അതിന്റെ നീളം പറയേണ്ടതില്ല. അത്രയും വലിയ സ്വർഗം പടച്ച റബ്ബ് നമുക്കങ്ങ് നൽകുകയാണ്. വസീഖല്ലദീന തഖൗ റബ്ബഹും സുമറാ حتى إذا جاءوها ففتحت أبوابها وقال لهم خزنتها سلام عليكم طيبتم فادخلوها خالدين. കൂട്ടം കൂട്ടമായി അല്ലാഹനെ പേടിച്ച ആളുകൾ, തഖ്വയുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് അങ്ങനെ കൂട്ടം കൂട്ടമായി പോകുമ്പോ മലക്കുകൾ വന്നിട്ട് ഇങ്ങനെ സ്വാഗതം പറയുമ്പോ, അവരെ ഇങ്ങനെ ആശീർവദിക്കുമ്പോ സ്വാഗത ഗാനം പാടിയിട്ട് സലാമുൻ അലൈക്കും
ത്വയ്ബത്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. കടന്നു വരൂ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. നിങ്ങൾ നല്ലവരാണ്, നിങ്ങൾ അധ്വാനിച്ചവരാണ്. വജസാഹും ബിമാ സബറൂ ജന്നത്തൻ വഹരീറാ. നിങ്ങൾ ക്ഷമിച്ചവരാണ്, നിങ്ങൾ സഹിച്ചവരാണ്, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്തവരാണ്, നിങ്ങൾ നിങ്ങളുടെ ഇമോഷനുകളെ കൺട്രോൾ ചെയ്തവരാണ്, നിങ്ങൾ നന്നായി അധ്വാനിച്ചവരാണ്. ശരീരം താല്പര്യപ്പെടുന്നതിന്, ശരീരം ഇഷ്ടപ്പെടുന്നതിന്, ശരീരം കൊതിക്കുന്നത് കൊടുക്കാതെ പിടിച്ചു നിന്നവരാ. ത്വയ്ബത്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. ആ സമയത്ത് അവർ പറയുന്നില്ല വഖാലുൽ ഹംദുലില്ലാഹ് അല്ലദീ സദഖനാ വഅദഹു വഔറസനൽ അർള നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ. റഹ്മാനേ, ആ സ്വർഗ്ഗം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ആ സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടതാണ്. റഹ്മാനെ, ഞങ്ങളുടെ ബുദ്ധിമോശം കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകുന്നവരിൽ ഞങ്ങൾ ഒരാളെയും പെടുത്തല്ല റഹ്മാനെ, ഒരാളെയും പെടുത്തല്ല അല്ലാഹ്. ഈ ചെയ്ത ഇബാദത്തുകൾ മുഴുവനും പോരായ്മകളുണ്ടെന്നറിയാം, നീ ഖബൂലാക്കി തരണേ അല്ലാഹ്. മഹാനായ അബുൽ ലൈഥ് സമർഖന്ദി റളിയല്ലാഹു തആല അൻഹു പറയാണ്, നന്മ ചെയ്യുന്ന ആളുകൾ, ഹസനാത്ത് ചെയ്യുന്ന ആളുകൾ, നോമ്പെടുക്കുകയും നിസ്കരിക്കുകയും സ്വതക്ക കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ, അവരുടെ ഖൽബിൽ ഉണ്ടാകേണ്ട 4 പേടിയാണ്. ഒന്നാമത്തേത് ഖൗഫുൽ ഖബൂലാണ്, അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലയോ എന്ന പേടി. കാരണം നമുക്ക് ഒന്നിന്റെയും ഉള്ളു പരിശോധിക്കാൻ കഴിയില്ല. നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോഴേക്ക് പല ചിന്തകളും വരാറുണ്ട്, നിസ്കാരം കഴിഞ്ഞാലും പല ചിന്തകളും വരാറുണ്ട്. ഞാൻ തൊട്ട് മുമ്പ് നിസ്കരിച്ചവനാണ് എന്ന ബോധം പോലും ഇല്ലാതെയാ പലപ്പോഴും നമ്മൾ ഇറങ്ങി നടക്കാറ്. നമ്മുടെ നാവിന്റെ ലൈസൻസ് ഇല്ലാതെ സംസാരങ്ങൾ ഉണ്ടാകാറ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഓർമ്മപ്പെടുത്തിയതുപോലെ വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസാ അല്ലദീ ജമഅ മാലൻ വഅദ്ദദാ. സുബ്ഹാന ജല്ല ജലാലുഹു. സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ഒക്കെ മറവിൽ ധിക്കാരം കാണിക്കുന്ന, പാവങ്ങളെ വേദനിപ്പിക്കുന്ന, അതില്ലാതെ തന്നെ ഫഖീറന്മാരായ ആളുകൾ പോലും ധിക്കാരം കാണിക്കുന്നവർ അല്ലാഹു വല്ലാത്ത വെറുപ്പുള്ളവരാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരാളെയും വേദനിപ്പിക്കാൻ പാടില്ല, ഈ ഉദ്യോഗസ്ഥരെ വേദനിപ്പിക്കാൻ പാടില്ല, കീഴുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല, അല്ലാത്തവരെയും വേദനിപ്പിക്കാൻ പാടില്ല. ഒരാളെയും നാവ് കൊണ്ട് വേദനിപ്പിക്കാൻ, ശരീരം കൊണ്ട് വേദനിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ജീവിക്കണം. കാരണം നമ്മുടെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകുമോന്ന് അറിയില്ല, ചെയ്തത് കബൂലാക്കുമോന്നറിയില്ല. അത്താഉ സലമി റളിയല്ലാഹു തആല അൻഹു നല്ല രീതിയിൽ ഡ്രസ്സ് നെയ്തിട്ടാ കൊണ്ടുപോയി കൊടുത്തത്, ചന്തയിൽ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്തത്. അതിങ്ങനെ നോക്കിയിട്ട് വളരെ കുറഞ്ഞ വിലയെന്ന് പറഞ്ഞപ്പോ കരഞ്ഞുപോയി. എന്തിനാ കരഞ്ഞതെന്ന് ചോദിച്ചപ്പോ വില കുറഞ്ഞത് കൊണ്ടാണോ? അല്ല അല്ല, ഞാൻ സമയമെടുത്തുണ്ടാക്കിയ ഡ്രസ്സാണ്, ഒരു ന്യൂനതയും ഞാൻ കണ്ടിട്ടില്ല. അതാ നിങ്ങൾ നോക്കിയപ്പോ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു, ഞാൻ എന്റെ ഇബാദത്ത് ഒരു കുറവുമില്ലാതെ നിർവഹിക്കുന്നുണ്ട്, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ട്, സകാത്ത് സ്വതഖത്ത് മറ്റു കാര്യങ്ങൾ ഒരു കുറവുമില്ലാതെ നിർവഹിക്കാൻ ശ്രമിക്കുന്നയാളാ. പക്ഷേ എനിക്ക് കാണാൻ കഴിയാത്ത കുറവുകൾ എന്റെ യജമാനനായ റബ്ബിന് കാണാൻ കഴിയുമല്ലോ എന്ന് പേടിച്ച് കരഞ്ഞുപോയതാണ് ഖൗഫുൽ ഖബൂൽ. ഒന്നാമത്തെ പേടി ഉണ്ടാകണം. രണ്ടാമത്തേത് ഖൗഫുൽ ഖിദ്ലാനാണ്. പടച്ചോനെ, ചെയ്യുന്ന ഇബാദത്ത് എടുക്കുന്ന സമയത്ത് മടുപ്പും ചടപ്പും കോട്ടുവായിട്ടും ഇല്ലാതെയും ഉറങ്ങിയും തൂങ്ങിയും അങ്ങനെയൊക്കെ ഇബാദത്ത് എടുത്തു പോയിട്ടുണ്ടോ എന്ന് പേടിക്കണം. മൂന്നാമത്തേത് ഖൗഫുർ റിയാ ആണ്. ഞാൻ ഇബാദത്ത് എടുക്കുന്നത് അള്ളാന്റെ പൊരുത്തം കിട്ടാനാ, അള്ളാന്റെ സാമീപ്യം കിട്ടാനാ, അള്ളാഹുവിന്റെ അടുക്കൽ ഇഷ്ടപ്പെടുന്നയാളായി മാറാനാ, അള്ളാഹുവിന്റെ അടുക്കൽ ഖുർബത്തുണ്ടാകാനാ. ഹബീബായ തങ്ങളെ, നാളെ രക്ഷപ്പെടാനുള്ള ഒരു അമല് പറഞ്ഞു തരണം. നീ അള്ളാഹുവിനെ പറ്റിക്കാതിരിക്കണം. അള്ളാഹുവിനെ വഞ്ചിക്കാൻ കഴിയുമോ തങ്ങളെ? ഹബീബായ തങ്ങൾ പറയുകയാണ്, മോനെ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് നീ അടുക്കാൻ വേണ്ടി ചില സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്, ചില ഇബാദത്ത് സംവിധാനിച്ചിട്ടുണ്ട്. അത് നിനക്ക് അള്ളാന്റെ അടുപ്പം കിട്ടാനാണ്. ആ അടുപ്പം കിട്ടാൻ അള്ളാഹ് ഏർപ്പാടാക്കിയ അമല്, അത് ഭൗതികമായി ജനങ്ങളുടെ അടുപ്പം കിട്ടാൻ നീ ഉപയോഗിച്ചാൽ അത് അള്ളാഹുവിനെ വഞ്ചിക്കലാ.
അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ചെയ്യുന്ന ഇബാദത്ത്, ഓതി തീർത്ത ഖത്മുകൾ, ഞാനാണ് ഏറ്റവും കൂടുതൽ ഖത്മ് ഓതിയത്, ഞാനാണ് ഏറ്റവും നല്ല പ്രസംഗിക്കുന്നവൻ, ഞാനാണ് ഏറ്റവും നന്നായി ദുആർക്കുന്നവൻ, ഞാനാണ് കൂടുതൽ സ്വതക്ക നൽകുന്നവൻ എന്ന് പറയാനല്ല, എന്ന് വിചാരിക്കാനല്ല, എന്നുള്ള ഫെയിം കിട്ടാനല്ല, എന്നുള്ള സ്റ്റാറ്റസ് കിട്ടാനായി പോകരുത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യന്റെ ഹൃദയമാണ് വളരെ ലോലമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന ഖൽബാണ്. തോന്നിപ്പോയിട്ടുണ്ടാകാം, ചിന്തിച്ചു പോയിട്ടുണ്ടാകാം, അറിയാതെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകാം. അല്ലാഹു നമുക്കെല്ലാം മാപ്പ് നൽകട്ടെ, അഫ്വു നൽകട്ടെ, മഗ്ഫിറത്ത് നൽകട്ടെ. നാലാമതായി മഹാനവറുകൾ പറയുകയാണ്, ഖൗഫുൽ ഹിഫ്ളി വത്തസ്ലീമാണ്. മോനെ, ഇബാദത്ത് ചെയ്താൽ പോരാ, ആ ഇബാദത്ത് അല്ലാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയണം. അല്ലാഹു ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയണം. അല്ലാഹു ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ ഈമാനോടുകൂടെ മൗത്താകണം, ഈമാനോടുകൂടെ മൗത്താകണം. ഇബ്ലീസിന് എന്തേ പറ്റിയത്? കിബറാണ്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചില്ല, റമളാനിനെ ബഹുമാനിച്ചില്ല. ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ, റമളാനിനെ ബഹുമാനിക്കണം, വെള്ളിയാഴ്ച രാവിനെ ബഹുമാനിക്കണം, ആലിമീങ്ങളെ സാദാത്തീങ്ങളെ ബഹുമാനിക്കണം, ഇൽമിന്റെ ഖാദിമീങ്ങളെ ബഹുമാനിക്കണം. അല്ലാഹ് ബഹുമാനിച്ച സ്ഥലവും സമയവും സംവിധാനങ്ങളും എല്ലാം ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ഈമാൻ തെറ്റിപ്പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, പരിശുദ്ധമായ ഖുർആൻ പോലും ഇന്ന് വീടുകളിൽ ബഹുമാനിക്കപ്പെടുന്നില്ല. മദ്രസയിൽ കുഞ്ഞുമക്കൾ പഠിക്കുന്ന ഗ്രന്ഥങ്ങൾ ബഹുമാനിക്കപ്പെടുന്നില്ല, തിരുഹദീസുകൾ ബഹുമാനിക്കപ്പെടുന്നില്ല, സ്വലാത്തിന്റെയും ദിക്റിന്റെയും മജ്ലിസുകൾ ബഹുമാനിക്കപ്പെടുന്നില്ല, വഅദിന്റെ മജ്ലിസുകൾ ബഹുമാനിക്കപ്പെടുന്നില്ല. ബഹുമാനം വളരെ കുറഞ്ഞുപോയി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈമാൻ തെറ്റിപ്പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം അത് തഅളീം ഇല്ലാതെയാക്കലാണ്. തഅളീമു മാ അല്ലമല്ലാഹ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ അത് മരിക്കുന്നത് വരെ സൂക്ഷിക്കാനും, ചെയ്തങ്ങ് പോയാ പോരാ, അത് സൂക്ഷിക്കാൻ ഓട്ടപാത്രത്തിൽ, ഓട്ടബക്കറ്റിൽ നാം അമൽ നിറച്ചത് കൊണ്ട് കാര്യമില്ല, അതങ്ങനെ കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് ഓരോ റമളാനും സൂക്ഷിക്കപ്പെടണം. ചെയ്യുന്ന അമലുകളെല്ലാം നന്നായി റെക്കോർഡ് ചെയ്യപ്പെടണം. എന്നിട്ട് അല്ലാഹുവിലേക്ക് ഈമാനോടുകൂടെ പോകണം. അതിനുവേണ്ടി നന്നായി ദുആർക്കണം, നന്നായി ദുആ ചെയ്യണം, കാണുന്നവരോട് ദുആർക്കാൻ പറയണം. മജ്ലിസുകളിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. നല്ല മജ്ലിസുകളിൽ പോയിരിക്കണം. ഖുർആനുമായി ബന്ധം വേണം, സ്വലാത്തിന്റെയും ദിക്റിന്റെയും മജ്ലിസുകളുമായി ബന്ധം വേണം. നല്ല നല്ല സമയങ്ങൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം. മഹാനായ സയ്യിദുനാ താജുൽ ഉലമാ, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. റമളാനിൽ മുഴുവനും മസ്ജിദുൽ ഹറാമിൽ ഇരുന്ന് അസ്മാഉൽ ഹുസ്ന 1 മുതൽ അവസാനം വരെ ലക്ഷക്കണക്കിന് തവണ ചൊല്ലി ഒരേ ഇരുത്തം ഇരുന്ന് ദിക്റിലായി ചെലവഴിച്ച മഹാനാ. ലക്ഷക്കണക്കിന് ഓരോ ദിക്റും ഓരോ ലക്ഷം വീതം, അവസാനം തഹ്ലീൽ 1 ലക്ഷം വീതം ചൊല്ലിയിട്ട് കോടി തവണയായില്ലേ. ഇങ്ങനെയാ റമളാൻ മഹാനവറുകൾ ഉപയോഗപ്പെടുത്തിയത്. നമ്മുടെ മണ്ണിൽ ജീവിച്ച് ജീവിതം കാണിച്ചിരുന്ന മഹാനല്ലേ, ഈ പള്ളി നമുക്ക് തുടങ്ങിത്തന്ന മഹാനല്ലേ. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവിടുത്തെ പേരിൽ ഒരു ഇംഗ്ലീഷ് പുസ്തകം ഈ മാസം മഅദീനിൽ വെച്ച് പ്രകാശിതമാകുകയാണ്. ഇംഗ്ലീഷിൽ മഹാനവറുകളുടെ ചരിത്രം. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അല്ലാഹു അവിടുത്തെ ബറക്കത്തെല്ലാം നമ്മിൽ നൽകട്ടെ. സാദാത്തുക്കളുടെ അളമത്ത് കൊണ്ട് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. വരുന്നത് 27-ാം രാവാണ്, നഷ്ടപ്പെടുത്തരുത്. ഒരുപാട് സ്വഹാബികൾ പറഞ്ഞിട്ടുണ്ട്, സംശയം വേണ്ട 27-ാം രാവിനാണെന്ന് അഭിപ്രായപ്പെട്ട മഹാന്മാരായ സ്വഹാബികളുണ്ട്. 29-നാണെന്ന് അഭിപ്രായമുണ്ട്. അത് ഏത് സമയത്തുമാകാം. ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടാകാം. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലഭിച്ചവരിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. രക്ഷപ്പെടുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് അല്ലാഹു നമുക്ക് മോചനം തരട്ടെ. നരകത്തിൽ നിന്ന് സലാമത്ത് തരട്ടെ. ഇനിയുള്ള രാവുകൾ അതിനേക്കാൾ ഭംഗിയായി ഉപയോഗപ്പെടുത്താൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. എന്റെ മുത്തു മുഅ്മിനീങ്ങളോട് എന്നോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇബാദത്ത് റമളാനിൽ മാത്രമല്ല, റമളാൻ കഴിഞ്ഞു അല്ലെങ്കിൽ റമളാനിന്റെ അവസാനമാകുമ്പോഴേക്ക് നമ്മൾ ചെയ്ത മുഴുവൻ ഇബാദത്തും
നശിപ്പിച്ചു കളയാൻ പാടില്ല. പ്രത്യേകിച്ച് പെരുന്നാളിന്റെ പേരിൽ, ആഘോഷങ്ങളുടെ പേരിൽ, ആഭാസങ്ങളുടെ പേരിൽ. ചെറുപ്പക്കാരാ, നിങ്ങളെ ഹബീബായ തങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ടവരാണ്. അതാ പ്രായമുള്ളവർ എന്നിൽ നിന്ന് മാറി നിന്നപ്പോഴും എന്നോട് ചേർന്നു നിന്നവർ, ഇസ്ലാമിനെ വളർത്തിയവർ, ഇസ്ലാമിന് ശക്തി നൽകിയവർ, അവർ യുവാക്കളാണ്. അവർക്ക് നിങ്ങൾ ഖൈറ് മാത്രം ചെയ്യണേന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുവാക്കളെ ചേർത്ത് വെച്ച് പ്രഖ്യാപിച്ചതാണ്. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം. ഈ ക്വാളിറ്റി എല്ലാം സമ്മേളിച്ച യുവാക്കളാകണം, അർശിന്റെ തണലുള്ള യുവാക്കളാകണം. ഉപ്പമാരെ, തോന്നിവാസങ്ങൾക്ക് ഒരിക്കലും കൊടി പിടിക്കാൻ പാടില്ല. അതൊരു ദിവസമല്ലേ, മക്കളങ്ങ് ആഘോഷിക്കട്ടെ എന്ന് വെക്കാൻ പാടില്ല. ഇബ്ലീസിനെ കെട്ടിയിട്ട്, പിശാചുക്കളെ കെട്ടിയിട്ട് തുറന്നു വിടുമ്പോ റമളാൻ സ്വീകരിക്കപ്പെടുന്നത് പെരുന്നാളോട് കൂടെയാണെന്ന് മനസ്സിലാക്കണേ. തമ്മാടിത്തരകൾക്ക് ചൂട്ടുപിടിച്ച് കൊടിപിടിച്ച് അവസാനം ഈമാന് മുഴുവൻ നഷ്ടപ്പെടുത്തി ചെയ്തു വച്ച ഇബാദത്ത് മുഴുവനും കൊളമാക്കിയിട്ടങ്ങ് യാത്ര പോകുമ്പോ എന്തേ റമളാൻ ഉപകാരപ്പെട്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് അള്ള പറഞ്ഞിടത്തു നിൽക്കാൻ കഴിയണോ? പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിടത്തു നിൽക്കാൻ കഴിയണോ? ഹബീബായ തങ്ങൾ പറഞ്ഞിടത്തു നിൽക്കാൻ കഴിയണോ? അതിനപ്പുറത്തേക്ക് ഇസ്ലാം പറയാത്തൊരു ആഘോഷമില്ല. അന്യ പെണ്ണുങ്ങളുമായി കലർന്നുള്ളൊരു ആഘോഷമില്ല. അവർക്ക് കൈ കൊടുത്തിട്ടുള്ളൊരു ആഘോഷമില്ല. അവരുമായി ആർത്തുല്ലസിച്ചിട്ടുള്ളൊരു ആഘോഷമില്ല. അത് മുഅ്മിനിന്റെ അഡ്രസ് അല്ല, ഐഡന്റിറ്റി അല്ല. എന്റെ ഖൽബിൽ ഈമാൻ ഉണ്ടോ? എന്റെ ഖൽബിൽ തഖ്വയുണ്ടോ? ഞാൻ പേടിക്കുന്നൊരു അല്ലാഹുവിനെയാണ്. എന്റെ പേടി 30 ദിവസം എടുത്ത നോമ്പ് സ്വീകരിക്കുമോ എന്നാണ്. ഞാൻ ഖത്മിൽ പങ്കെടുത്തത് സ്വീകരിക്കുമോ എന്നാണ്. ഞാൻ നോമ്പെടുത്തത് സ്വീകരിക്കുമോ എന്നാണ്. ഖുർആൻ ഓതിയിട്ടുണ്ട്, റബ്ബ് സ്വീകരിക്കുമോ എന്നാണ്. ഇങ്ങനെ പേടിക്കുന്ന ഖൽബോടുകൂടെ ജീവിക്കാൻ കഴിയണോ? അല്ലാഹുവേ, ഞങ്ങൾക്ക് സലാമത്ത് തരണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ ദിക്റ് ചൊല്ലിയിട്ട് ഇതെല്ലാം കബൂലായി കിട്ടണം. ഇനിയും നമുക്ക് ധാരാളം റമളാനുകൾ കിട്ടണം, ധാരാളം തൗഫീഖ് കിട്ടണം. ഖിദലാനുള്ളവരിൽ പെട്ടുപോകരുത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മനസ്സറിഞ്ഞ് അവസാന വെള്ളിയാഴ്ചയാണ്. ഒരുപക്ഷേ ഇന്നത്തെ ദിവസം, ഇന്നലത്തെ രാത്രി നമുക്ക് ലൈലത്തുൽ ഖദർ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് മഗ്രിബ് വരെ അതിൻ്റെതായ സൗരഭ്യങ്ങളും അതിൻ്റെതായ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയതാണ്. ഒരുപക്ഷെ ഇപ്പോഴും ലൈലത്തുൽ ഖദറിന്റെ ആ വല്ലാത്ത തൗഫീഖും നിഅമത്തും അനുഗ്രഹങ്ങളുള്ള ദിവസമാകാം. അതുകൊണ്ട് ആത്മാർത്ഥമായി ഇരുന്ന് ഖൽബറിഞ്ഞ് അല്ലാഹുവിലേക്ക് ഹൃദയം തിരിച്ചിട്ട് കുറഞ്ഞ ഇസ്തിഗ്ഫാർ അല്ലാഹു ഖബൂലാക്കി തരട്ടെ. ആമീൻ. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം.